Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Question number 6. Prove that 1 into 2 plus 2 into 3 plus 3 into 4. Prove that 1 into 2 plus 2 into 3 plus 3 into 4 plus etc. n into n plus 1 plus n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. Right. Okay. Start ചെയ്തോളൂ. നെയിം ചെയ്യൂ ആദ്യം പി ഓഫ് എൻ, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് കാണൂ പി ഓഫ് വണ്ണിന്റെ. അത് കിട്ടിയാൽ റൈറ്റ് സൈഡ് കാണൂ. എന്തായി? പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടിയോ? രണ്ട് സൈഡും ട്രൂ ആണോ? Yes, ma'am. Okay. Yes, ma'am. Yes, ma'am. Okay. ഇനി അസ്യൂം ചെയ്യാം പി ഓഫ് കെ. ഓക്കെ, ഇനി പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യണം നമ്മുടെ എയിം. നെക്സ്റ്റ് ടേം ആഡ് ചെയ്യണം. ടേംസിന്റെ ആ ഒരു പാറ്റേൺ ഒന്ന് നോക്കുക. ഫസ്റ്റ് ടേം 1 into 2 ഒന്നുകൂടെ ആഡ് ചെയ്ത് 2. പിന്നെ ഈ 2ല് അടുത്ത് സ്റ്റാർട്ട് ചെയ്തു 2 into 3 അങ്ങനെ പോയി കെ ഇൻറ്റു കെ പ്ലസ് 1. നെക്സ്റ്റ് ടേം എന്തായിരിക്കും പറയൂ? K plus 1 into K plus 2. ഓക്കെ, കെ പ്ലസ് 1 to കെ പ്ലസ് 2 അതാണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് കെ പ്ലസ് 1 into കെ പ്ലസ് 2 on both sides. That is രണ്ട് സൈഡും ആഡ് ചെയ്യണം റൈറ്റ്ലി. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. അത് സിംപ്ലിഫിക്കേഷന്റെ റൂട്ട് നമ്മൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ വേണ്ടിയാണ്, നമ്മൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, ഈ എന്തിലാ എത്തേണ്ടത് നോക്കാൻ വേണ്ടി നമ്മുടെ പി ഓഫ് എന്നിന്റെ റൈറ്റ് സൈഡിൽ എന്നിന് കെ പ്ലസ് 1 കൊടുത്ത് നോക്കാം. അപ്പൊ അങ്ങനെ കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2 കെ പ്ലസ് ബൈ 3. അപ്പൊ ഇതാണ് നമുക്ക് റൈറ്റ് സൈഡ് കിട്ടേണ്ടത് പി ഓഫ് കെ പ്ലസ് 1ന്റെ. എന്താ കിട്ടുന്നത്? കെ പ്ലസ് 1 കെ പ്ലസ് 2 കെ പ്ലസ് 3 by 3 എന്ന്. That is equal to. അപ്പോൾ this right side is equal to. റൈറ്റ് സൈഡിനാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന് ഈ വാല്യൂ മനസ്സിലുണ്ട്, നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തേണ്ടത് രണ്ട് ടേമിനെ നോക്കുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കോമൺ ഫാക്ടർ കിട്ടും. അതെടുക്കാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 രണ്ട് ടേം എടുത്തു കഴിഞ്ഞാൽ ഇത് കെ ബൈ 3 എന്നാവും ഫസ്റ്റ് ടേം. ഹിയർ ഇറ്റ് ഈസ് 1. ഇത്രയും ഔട്ട്സൈഡ് വന്നു. ദിസ് ഇൻറ്റു 1 ആണ് ഈ ടേം 1 ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു തേർഡ് ബ്രാക്കറ്റ് ഒന്ന് കമ്പൈൻ ചെയ്യാം. കെ പ്ലസ് 3 by 3 ആയി നമ്മുടെ ആൻസർ ആയി. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഹോൾ ബൈ 3 എന്നാണ് അതിനെ. That is the right hand side of P of K plus 1. So P of K plus 1 is true. P of n is true for every n element of n. ഇവിടെ for all natural numbers എന്ന് എഴുതിയാലും മതി. അതിന് പകരമാണ് നമ്മൾ for all small n element of
ക്യാപിറ്റൽ N എന്ന് എഴുതുന്ന ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ക്ലിയർ ആയി ടീച്ചർ. കഴിഞ്ഞോ? പറയൂ. കഴിഞ്ഞു ടീച്ചർ. Next, question number 7. Prove that 1 into 3 plus 3 into 5 plus 5 into 7 plus etc. 2n minus 1 into 2n plus 1 equal to n into 4n square plus 6n minus 1 divided by 3. Okay, start ചെയ്യാം. നെയിം ചെയ്യൂ. P of 1 ശരിയാണോ നോക്കൂ. എന്താണ് P of 1 ട്രൂ ആണോ? എന്ത് കിട്ടുന്നത്? ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഒക്കെ എത്ര വരുന്നത്? 3. Okay. 3. 3. Okay. So it is true. Then assume P of 3. P of k assume ചെയ്തു. Now, next term നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പാറ്റേൺ ഒന്ന് നന്നായിട്ട് നോക്കുക. 1 into 3 ഫസ്റ്റ് ടേം. അതായത് 1 കൂടെ 2 ആഡ് ചെയ്ത 1 plus 2 ആണ് ഈ 3. പിന്നെ ഈ രണ്ടാമത്തെ ടേമിൽ അടുത്ത ടേം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എപ്പോഴും എൻഡ് ചെയ്യുന്ന ടേമിൽ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ്. 2 ആഡ് ചെയ്താൽ അടുത്തത് വരും. അപ്പൊ 3 plus 2 5 അങ്ങനെയാണ് പോണത്. അങ്ങനെ വരുമ്പോ ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നെക്സ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? 2k plus 1 into 2k plus 3. Okay, very good. So we have to add 2k plus 1 into 2k plus 3. കിട്ടിയത് ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ടേമിൽ ചെയ്തു. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തേനോട് കൂടി 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ 2k plus 1 കൂടി 2 ആഡ് ചെയ്താലാണ് നമുക്ക് 2k plus 3 കിട്ടുന്നത്. സോ ഇതാണ് ആഡ് ചെയ്തത് on both sides. ഇനി ആ സ്റ്റെപ്പ് എഴുതും. 2 സൈഡ് അത് ആഡ് ചെയ്ത് കൊടുക്കുക.
2k plus 1 into 2k plus 3. ഓക്കെ, അതിന് റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഈ ക്വസ്റ്റ്യനില് അത്ര ഈസി ആയിട്ട് നമുക്ക് ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അത്ര ഈസി ആയിട്ട് റൈറ്റിലോട്ട് വരില്ല. എന്തുകൊണ്ടാന്ന് നോക്കൂ, എന്നിന്റെ പ്ലേസിൽ k+1 കൊടുത്താല് k+1 റൈറ്റ് സൈഡ് വരാം k+1 into 4 into k+1 whole square plus 6 into k+1 minus 1 by 3. കണ്ടോ, ഇതാണ് നമുക്ക് ഇതിൽ എത്തേണ്ടത്. അപ്പം ഒരുപാട് സ്ട്രഗിൾ വരികയാണ്. നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ടേംസ് ഉണ്ടാക്കാൻ വലിയ കഷ്ടമാണെങ്കിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വന്നു. എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് അവിടെ നിർത്തിയതിന് ശേഷം ഇത് സിംപ്ലിഫൈ ചെയ്ത് അവിടെ നിർത്താം. എന്നിട്ട് ഇത് അതായത് എന്നിന് k+1 കൊടുത്താലുള്ള റൈറ്റ് സൈഡ് ഉണ്ടല്ലോ p of k+1, ഇതെടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. എന്നിട്ട് ഇതിലെത്തുന്നുണ്ടെങ്കിൽ, നമ്മുടെ വാല്യൂവിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് കിട്ടിയത് എന്താണെന്ന് പറയാം, റൈറ്റ് സൈഡ് ആണ് p of k+1 റൈറ്റ് സൈഡ് ആണ്. അങ്ങനെ ചെയ്യാം. കാരണം എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ഇങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഇതിലേക്ക് വരില്ല, p of k+1 റൈറ്റ് സൈഡിലേക്ക് വരില്ല. ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ സ്മൂത്ത് ആയിട്ട് വന്നു. അപ്പൊ ഇനി നമ്മൾ ഇത് രണ്ടോടും സിംപ്ലിഫൈ ചെയ്യാണ്. കമ്പൈൻ ചെയ്യാം ആദ്യം. k into 4k square plus 6k minus 1 plus 3 into this term, 3 into 2k plus 1 into 2k plus 3 whole by 3. That is equal to, ഞാൻ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ കോമൺ ഫാക്ടർ ഒന്നും എടുക്കാൻ ആയിട്ടില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താല് 4k³ plus 6k square minus k plus 3 into ആദ്യം ഈ രണ്ട് ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2k into 3 6k, sorry 2k into 2k 4k square plus 2k into 3 6k plus ഇനി 1 ഉണ്ട്, 1 into 2k 2k, 1 into 3 3 divided by whole by 3. That is equal to 4k cube. ഇനി ഇവിടെ 6k square minus k plus ഇനി 3 ഉണ്ട്, ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് കമ്പൈൻ ചെയ്തിട്ട് അതിനുശേഷം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4k square into 3 12k square, 6k plus 2k 8k into 3 24k plus 3 into 3 9. അപ്പോൾ 3 കൊണ്ട് 6k മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് 2k മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് പിന്നെ ആഡ് ചെയ്തു, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ വരുന്നേ ഉള്ളൂ, ചെയ്ത പ്രോബ്ലം ഒന്നുമില്ല. 4k³. ഇനി കേസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. k സ്ക്വയർ ടേംസ് നോക്കാം. 12k square and 6k square 18k square. ഇനി k ടേംസ് minus k and 24k plus 23k plus 9 divided by 3. Okay. ഇനി ഒരു ഫാക്ടറൈസേഷൻ. അപ്പൊ ഇനി ഞാൻ പറയുന്നത്, ഇനിയുള്ള നമ്മൾ ചെയ്യാൻ പോകുന്ന ഫാക്ടറൈസേഷൻ അത് കുറച്ച് ഒരു കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ ഇതിവിടെ തൽക്കാലം ഇതിവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ k+1 കൊടുത്താലുള്ള വാല്യൂ എന്താന്ന് നോക്കിയില്ലേ, ഇതിനെ കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതിലോട്ട് എത്തും. അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്, കാരണം നമുക്ക് ഫാക്ടർ വേണം k+1 അതുകൊണ്ട്. അപ്പോൾ ഇനി ഫാക്ടറൈസേഷൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ആണെങ്കിൽ ഇതെടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ എഴുതിയതാണോ?
ഇത്രയും എഴുതിയായിരുന്നോ? ബാക്കി സിംപ്ലിഫിക്കേഷൻ വേണ്ടി ഇത് കഴിഞ്ഞാൽ പറയും. കഴിഞ്ഞ ടീച്ചർ. ഇനി നോക്കാം 4k³ പ്ലസ് 18k². ഇതാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്. That is equal to 4k³ പ്ലസ് ഈ 18k² സ്പ്ലിറ്റ് ചെയ്യാണ്. 4k² ആൻഡ് 14k² എന്ന്. അപ്പൊ എന്തിനാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ചോദിച്ചാല് ഈ 4k² കോമൺ ഫാക്ടർ കിട്ടാൻ വേണ്ടി ഇതിനെ 4k³ സോറി ഇതിലേക്ക് കോമൺ ഫാക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 4k² ആക്കി ഇങ്ങോട്ട് മാറ്റി. 4k² മാറ്റിയപ്പോൾ ബാക്കി 18k²ലുള്ളത് 14k² ആണ്. പ്ലസ് ഇനി ഈ 23k അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 9ലേക്ക് നമുക്കൊരു കോമൺ ഫാക്ടർ വേണം. അപ്പോൾ ഒരു 9k മാറ്റിയാല് ഇതില് ബാക്കി 14. ഇതിനെ 14k പ്ലസ് 9k ലാസ്റ്റ് ഉള്ള 9 എഴുതി ബൈ 3. ഇനി ഫസ്റ്റ് ടു ടേംസിന് 4k² ഔട്ട്സൈഡിൽ എടുക്കാം. k പ്ലസ് 1 4k² രണ്ട് ടേംസിന് എടുത്തു. പ്ലസ് നെക്സ്റ്റ് ടു ടേംസിന് 14k ഔട്ട്സൈഡിൽ എടുക്കാം. അത് ഔട്ട്സൈഡ് വന്നാൽ k പ്ലസ് 1. ലാസ്റ്റ് ടു ടേംസിന് 9 ഔട്ട്സൈഡിൽ എടുക്കാം. It is 9 into k plus 1 by 3. ഇപ്പോൾ ന്യൂമറേറ്ററിൽ 1 2 3 മൂന്ന് ടേംസ് ആണുള്ളത്. മൂന്നിൽ കോമൺ ഫാക്ടർ ആയിട്ട് k plus 1 ഉണ്ട്. So it is k plus 1 into 4k² plus 14k plus 9 by 3. Okay. ഇനി നോക്കാം. ഈ k plus 1 ഉണ്ട് ബൈ 3 ഉണ്ട്. ഇനിയിപ്പോ ഈ ബ്രാക്കറ്റ് ആണ്. അപ്പൊ ബ്രാക്കറ്റ് പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ബ്രാക്കറ്റ് എന്ന് എഴുതണമെങ്കിൽ ഇതൊന്ന് സൈഡിലിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അതെന്താ കിട്ടുന്നതെന്ന്. ഏത് 4 into k plus 1 whole square plus 6 into k plus 1 minus 1 എത്രയാണെന്ന് നോക്കാം. Equal to 4 into k² plus 2k plus 1 plus 6k plus 6 minus 1. 4k² plus 8k plus 4 on the multiplication bracket plus 6k plus 6 minus 1 is 5. 4k² plus 14k plus 9 combine ചെയ്യുമ്പോൾ നോക്കൂ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു k plus 1 into ഈ ബ്രാക്കറ്റിന്റെ പ്ലേസിൽ ഇത് എഴുതാം. 4 into k plus 1 whole square plus 6 into k plus 1 minus 1 by 3. This is the right hand side of p of k plus 1. Therefore, p of k plus 1 is true. P of n is true for every n element of n. അപ്പോൾ ഇത് ഈ കോമൺ ഫാക്ടർ ഔട്ട്സൈഡിൽ എടുക്കുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്താൽ നമ്മൾ നേരത്തെ എഴുതി വെച്ച സ്റ്റെപ്പില്ലേ അവിടെ നിർത്തിയിട്ട് ഇത് മൊത്തം എടുത്തിട്ട്
എടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ അതിലെത്തും, തന്നെ കിട്ടും. അപ്പോൾ ഇത് തന്നെ പറയാം, നമ്മൾ എത്തിയ ആ സ്റ്റെപ്പ് RHS of P of k plus 1 എന്ന് എഴുതിയാൽ മതി. ഈ പറഞ്ഞതിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ടീച്ചർ പറയും. 4k² ഇത് എന്താണ് ഈ RHSന്റെ മേലത്തെ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരൂ ടീച്ചർ. 4k² ഇൻറ്റു k ഇത് ടീച്ചർ മേലത്തെ അത് അതിന്റെ മുകളിൽ അല്ലല്ല അതിന്റെ മുകളിൽ ഈ സ്റ്റെപ്പാണോ? അത് തൊട്ടൊന്ന് പറഞ്ഞു തരൂ ടീച്ചർ. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മള് ഫാക്ടറൈസേഷന്റെ സ്റ്റെപ്പാണ്. നമ്മള് പിന്നെ 4k³ പ്ലസ് 18k² ആയിരുന്നു. ഇവിടെ നമുക്ക് 23k എന്നായിരുന്നു. ബാക്കി ഈ ലാസ്റ്റ് രണ്ട് ടേംസും പ്രോബ്ലം ഇല്ല. ഇവിടെ k² ഒരു ടേം ഉണ്ടായിരുന്നു, ഇവിടെ kയുടെ ഒരു ടേം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനൊന്ന് ഫാക്ടർ, അതായത് കോമൺ ഫാക്ടർ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാം. ഈ 4k³ ഇല്ലേ, ഇതിലേക്ക് കോമൺ ഫാക്ടർ വരുന്ന രീതിയിൽ ഈ 18k² ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 18k² 4k² എന്ന ഒരു ടേം കൊടുത്താല് ഇതിൽ രണ്ടിലും നമുക്ക് വേണ്ട കോമൺ ഫാക്ടർ വരും. ആ 4k² എടുത്തു കഴിഞ്ഞാൽ പിന്നെ 18k² ആണ്, 18k² ആണ്. ബാക്കിയുള്ളത് 14 ആണ്, 14k². ഇങ്ങനെ നമ്മൾ എഴുതി. പിന്നെ അതേ ഇവിടെ അതേപോലെ 9 ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ 9ലേക്ക് കോമൺ ഫാക്ടർ വരണമെങ്കിൽ 9 8 അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരണല്ലോ. അപ്പൊ 9k എന്ന് k ടേമിന് ഒരു സ്പ്ലിറ്റ് കൊടുത്തു. അപ്പൊ 9k കഴിച്ച് ബാക്കി 23kയില് ബാക്കിയുള്ളത് 14k ആണ്. അപ്പൊ അതിങ്ങനെ എഴുതി. എന്നിട്ട് സെറ്റ് അങ്ങനെ പെയറായിട്ട് 3 പെയറായിട്ട് എടുത്തിട്ട് കോമൺ ഫാക്ടർ എടുത്തിട്ടാണ് ചെയ്തത്. ഇതിലെ കോമൺ ഇതാണ് ടീച്ചർ. അതിന്റെ താഴ്ചയാണ് എനിക്ക് ഇത്തിരി ഡൗട്ട് ആയത്. ഇത് സ്പ്ലിറ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായി, ഈ താഴ്ചയാണ് ഡൗട്ട് ആയത്. 4k² k+1 ഇത് ഈ രണ്ട് 4k², 4 കോമൺ ഫാക്ടർ. പിന്നെ ഇത് നോക്കുക, ഈ പവർ അതിന്ന് k² എടുക്കാം. അങ്ങനെയാണ് നമ്മൾ 4k² ഈ രണ്ട് ടേംസ് എടുത്തത്. ഈ രണ്ട് പിന്നെ രണ്ട് അങ്ങനെയാണ്. അപ്പൊ അതെടുത്തപ്പോ 4k² എടുത്തപ്പോ പിന്നെ ബാക്കി ഇവിടെ k. 4k² എടുത്തപ്പോ പിന്നെ അവിടെ 1 into 4k² ആണല്ലോ 4k². അപ്പൊ ഇതാണ് ഇത്രയും. നമ്മള് ഈ രണ്ട് ടേംസിലേക്ക് പോയി, 3ഉം 4ഉം, തേർഡ് ആൻഡ് ഫോർത്ത് ടേംസ്. അതിൽ നോക്കി കോമൺ ഫാക്ടർ 14k, അത് രണ്ടും എടുത്തു. അപ്പൊ ഇവിടെ k ഹിയർ 1, അതാണ് k+1. പിന്നെ ലാസ്റ്റ് 2 ടേംസിലേക്ക് പോയി. അതിൽ നിന്ന് കിട്ടുന്ന കോമൺ ഫാക്ടർ 9 ആണ്. അതെടുത്തപ്പോ k വന്നു. ഇവിടെ 9 into 1 ആണ്, അപ്പൊ അതുകൊണ്ട് 1 വന്നു. മനസ്സിലായി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചതില്ലേ, അതായത് 4k³ പ്ലസ് 18k² പ്ലസ് 23k+9 എന്നൊരു സ്റ്റെപ്പിൽ അവിടെ നിന്നതിന് ശേഷം, അത് അവിടെ നിർത്തി വെച്ചതിന് ശേഷം ഈ റിസൾട്ടിൽ k+1 കൊടുത്താൽ കിട്ടുന്ന ആ എക്സ്പ്രഷൻ എടുക്കുക. അതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ ആ നിർത്തി വെച്ച ആ സ്റ്റെപ്പിലെത്തും. അപ്പോഴും നമുക്ക് പറയാം P of that is the RHS of right hand side of P of k+1 എന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞാല് പറയൂ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ.
കഴിഞ്ഞു ടീച്ചർ. ടീച്ചർ ഇല്ല. ഓക്കെ ഓക്കെ. ടീച്ചർ കാണുന്നില്ല ടീച്ചർ, എനിക്ക് കാണുന്നില്ല ബോർഡ്. കാണുന്നില്ല മീൻസ് എഴുതുന്നത് ക്ലിയർ അല്ല എന്നാണോ? ഇപ്പൊ കാണുന്നുണ്ട് ടീച്ചർ. അതൊരു ബ്ലാങ്ക് ആയി മാറി ടീച്ചർ, എന്താന്ന് അറിയില്ല. അത് നെറ്റ് പ്രോബ്ലം വരുമ്പോ അങ്ങനെ നമ്മൾ എഴുതുന്ന ബ്ലർ ആയിട്ട് കാണും, ക്ലിയർ കുറയും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ. കഴിഞ്ഞാ പറയും. കഴിഞ്ഞു ടീച്ചർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Prove that 1 into 2 plus 2 into 2 square plus, prove that 1 into 2 plus 2 into 2 square plus 3 into 3 cube. Oh, sorry. 1 into 2, 2 into 2 square. 3 into 2 cube plus etc. n 2 raised to n into 2 raised to n equal to n minus 1 into 2 raised to n plus 1 plus 2. n minus 1 into 2 raised to n plus 1 plus 2. Okay, for the start ചെയ്യും. p of n എന്ന് നെയിം ചെയ്തിട്ട് p of 1 നോക്കും ശരിയാണോ. എന്ത് കിട്ടി? രണ്ട് സൈഡും എത്ര വന്നു? 2 ആണോ? Yes ma'am. Okay, so it is true. ഇനി assume ചെയ്യാം p of k. assume p of k. നമുക്ക് നെക്സ്റ്റ് ടേം ആഡ് ചെയ്യണം. അപ്പൊ പാറ്റേൺ നോക്കിയിട്ട് പറയാമോ എന്തായിരിക്കും നെക്സ്റ്റ് ടേം എന്ന്? 1 into 2, 2 into 2 square, 3 into 3 cube, k into 2 raised to k. Next term K plus 1 into 2 raised to k plus k 1. plus 1. Okay, very good. So add k plus 1 into 2 raised to k plus 1 on both sides. Equal to k minus 1 into 2 raised to k plus 1 plus 2 plus k plus 1 into 2 raised to k plus 1.
എന്ന് അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു ആ ടേം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, നമുക്ക് പ്രൂവ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് എന്താ കിട്ടേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് k+1 കൊടുത്താൽ എന്നിന് k+1 - 1 is k into then 2 raised to k+1 + 1, 2 raised to k+2 + 2 + 2. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടേണ്ടത് റൈറ്റ് സൈഡ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പം നോക്കൂ, കണ്ടോ ഈ 2. അപ്പൊ ഈ 2-നെ നമ്മൾ ഒന്നും ചെയ്യരുത്, ഈ 2-നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതിനങ്ങ് ലാസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഈ 2 ടേംസിൽ നിന്നാണ് നമ്മൾ കോമൺ ഫാക്ടർ, അത് ഞാൻ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ആ 2 ടേംസിൽ നിന്ന് 2 raised to k+1-നെ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 2 raised to k+1 ഔട്ട് സൈഡിൽ എടുത്തു. This k - 1 plus this is k+1 + 2. 2 raised to k+1 into k plus k is 2k -1 + 1 0 ആയി +2 എന്നായി. That is equal to, ഇനി ഈ 2 raised to k+1-ഉം ഈ 2-ഉം ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 raised to k+1-ഉം 2 എന്ന് പറഞ്ഞാൽ 2 raised to 1 ആണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ ആഡ് ചെയ്യണം. അപ്പൊ ഈ k+1-ഉം ഈ 1-ഉം കൂടെ ആഡ് ചെയ്യണം. So it is 2 raised to k+1 + 1 is k+2 into k + 2. നമ്മുടെ ആൻസർ ആയി. ഇതൊന്ന് തിരിച്ചിട്ട് എഴുതിയാൽ മതി. k into 2 raised to k+2 + 2. That is the right hand side of p of k+1. Therefore p of k+1 is true. Then p of n is true for every n element of n by pmi. Doubt ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ, അപ്പോ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. Thank you. Bye, teacher. Thank you, teacher. Thank you, teacher. വെൽക്കം.